Hi friends, welcome back to our channel Paper Pots. ഇന്ന് നമ്മുടെ 14th ഡേ, അതായത് ലാസ്റ്റ് ഡേക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ ഫൈനലോട്ട് അടുത്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ലാസ്റ്റ് ഡേ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഈ ഒരു കണ്ടിന്യൂസ് നിങ്ങൾ 13 ഡേയും ചലഞ്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഒരു ചെറിയ സൺ ടാൻ പോലും നിങ്ങളുടെ മുഖത്ത് കാണത്തില്ല. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും സൺ ടാൻ ആയിട്ട്. നിങ്ങൾ ഈവൻ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അത്രയും ക്ലിയർ ആയിട്ടായിരിക്കും സൺ ടാൻ ഉണ്ടാവുക. സൺ ടാൻ ആയിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മറക്കാതെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒരു തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കാളി നീരോ ഒക്കെ തക്കാളി നീര് മോസ്റ്റ്ലി വേണ്ട. കാരണം ഒരുപാട് പേർക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് തക്കാളി നീര്. തൈര് മുഖത്ത് ഫുള്ളും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ മറക്കാതെ അത് ചെയ്യുക. അതായത് ഒരു കണ്ടിന്യൂസ് ജേണി അല്ലേ. നമ്മളിപ്പോൾ ഒരു ഈ 15 ഡേയ്സിൽ നമ്മുടെ സൺടാൻ എല്ലാം മാറി നമ്മൾ വീണ്ടും പഴയതുപോലെ നമ്മുടെ സ്കിന്നിനെ വിട്ട് കഴിഞ്ഞാൽ it will again come back. സോ നമുക്ക് അത് വേണ്ട. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നോക്കണം. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റിയും സ്കിന്നിന്റെ ഗ്ലോസി ആയിട്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും മറക്കാതെ സ്കിൻ നല്ലപോലെ കെയർ ചെയ്യുക. ഈ ഒരു 15 ഡേയ്സ് പാക്ക് ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഡേ തൊട്ട് കണ്ട് കറക്റ്റായിട്ട് പാക്ക് ഫോളോ ചെയ്ത് ഈ 15 ഡേയ്സും കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരുടെയും സൺടാൻ ഒക്കെ പൂർണ്ണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു ഗ്രീൻ ടീ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്, അതിലൊന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഗ്രീൻ ടീ വെച്ചിട്ടുള്ള ഒരുപാട് പാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ മുഖത്തിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഇന്ന് നമ്മുടെ ഗ്രീൻ ടീയുടെ പാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് സൺടാൻ മാറ്റുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? ഒരു ആവശ്യത്തിനുള്ള ഗ്രീൻ ടീയും പിന്നെ അത് കുഴയ്ക്കാനുള്ള പാലും. ഇത് രണ്ടുമാണ് നമുക്ക് ഇന്നത്തെ പാക്കിന് വേണ്ടത്. ഗ്രീൻ ടീ ആക്ച്വലി നിങ്ങൾ റോ ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ മിക്സിയിൽ പൊടിച്ച് സൂക്ഷിക്കുക. ഇത് ഞാൻ ഗ്രീൻ ടീ റോ ആയിട്ട് വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയിട്ട് ഗ്രീൻ ടീ മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ഗ്രീൻ ടീ ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രീൻ ടീ എടുത്തതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് ഇത് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ, അല്ലെങ്കിൽ കൈക്കകത്ത് വെച്ചാൽ അപ്പം നല്ലതായിട്ട് അതങ്ങ് പൊടിയും. നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിയും. കണ്ടില്ലേ? അതുപോലെ നല്ലപോലെ പൊടിച്ചു കൊടുക്കുക. ഗ്രീൻ ടീ ഫുള്ളായിട്ടും നല്ലപോലെ പൊടിക്കുക. നമുക്ക് മുഖത്തെ ആവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഒരുപാടങ്ങ് ഇലയായിട്ട് കിടക്കരുത്. നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിനുള്ള പാൽ ഉപയോഗിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. പാല് നല്ലപോലെ നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്യും. എല്ലാവർക്കും അറിയാം സ്കിൻ ക്ലെൻസിങ്ങിന് ഏറ്റവും ബെസ്റ്റാണ് പാല് എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ വെക്കാം. ഓക്കെ, ഇങ്ങനെ നല്ലപോലെ പാൽ ഇതിനകത്ത് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഇത് പെട്ടെന്ന് എടുത്ത് തേക്കരുത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് പാലിനകത്ത് കുതിർത്ത് ഇതുപോലെ പാലിനകത്ത് കുതിർത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് വേണം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. കാണാൻ പറ്റുന്നുണ്ടോ? 10 മിനിറ്റ് വെച്ചപ്പോൾ നല്ലപോലെ അത് കുതിർന്നിട്ടുണ്ട്. ഇല നല്ല വൃത്തിയായിട്ട് കുതിർന്നിട്ടുണ്ട്. പക്ഷെ ഇതങ്ങ് അലിഞ്ഞ് മെൽട്ടായി പോകും നിങ്ങൾ വിചാരിക്കരുത്. ഇതിങ്ങനെ ജസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഹാർഡായിട്ട് റബ്ബ് ചെയ്യരുത്. ലീഫാണ്. ഹാർഡായിട്ട് റബ്ബ് ചെയ്യാലും കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ചസ് ഒന്നും ആകില്ല. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും മുഖത്ത് റബ്ബ് ചെയ്യണം. ചുമ്മാ ജസ്റ്റ് ഇട്ടിട്ട് കളയരുത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ റബ്ബ് ചെയ്യുക. മുഖത്തും 2 സൈഡിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഒരു 10 മിനിറ്റ് നല്ല വൃത്തിയായിട്ട് റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വിട്ടിട്ട് ഒരു അരമണിക്കൂർ എടുക്കും ഇത് ഉണങ്ങാനായിട്ട്. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണത്. റബ്ബ് ചെയ്യണം, മറക്കരുത്. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് വേണം ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഗ്രീൻ ടീയുടെ എഫക്റ്റ് ഓൾറെഡി ഈ പാലിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് ആ ലീഫ് നമ്മുടെ സ്കിന്നിന്റെ ആ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡെഡ് ആയിട്ടിരിക്കുന്ന ആ സെല്ലുകൾ, അതൊക്കെ നല്ല ആ ഡെഡ് സ്കിന്നൊക്കെ നല്ലപോലെ മാറാനായിട്ട് സഹായിക്കും. നമ്മുടെ ആ ബ്ലാക്ക് കളറിലുള്ള ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിന്ന് നല്ല ക്ലിയർ ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പാക്ക്? നല്ല അടിപൊളി പാക്കല്ലേ. സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് പാക്ക്.
അതായത് ഞാൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ഗ്രീൻ ടീ അപ്ലൈ ചെയ്യണം. ഗ്രീൻ ടീ അപ്ലൈ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഗ്രീൻ ടീ ആക്ച്വലി സ്കിന്നിന് വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം, ഗ്രീൻ ടീ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഗ്രീൻ ടീ നോക്കി വാങ്ങിക്കണം. അതായത് നല്ല ഓർഗാനിക് ഷോപ്പുകളിൽ ഓർഗാനിക് ഗ്രീൻ ടീ എന്ന് കിട്ടും വാങ്ങിക്കാനായിട്ട്. അങ്ങനെയുള്ള ഗ്രീൻ ടീ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഗ്രീൻ ടീ ബാഗ്സ് ഉണ്ടല്ലോ, അങ്ങനെ വാങ്ങിക്കാതെ പ്യുവറായിട്ട് റോ ആയിട്ട് ഗ്രീൻ ടീ വാങ്ങിച്ച് മിക്സിയിൽ നല്ല പൊടിയായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓർഗാനിക് ആയിട്ടുള്ള ഗ്രീൻ ടീസ് വാങ്ങിച്ചിട്ട് പൊടിച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഫേസിന് നല്ലതും. ടീ ബാഗിലുള്ളത് നല്ലതാണ്, ചീത്തയാണ് നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്കൊരു ഓർഗാനിക് ആയിട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടിയൊക്കെ വിശ്വസിച്ച് ഉപയോഗിക്കാം. ബിക്കോസ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ മുഖത്താകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതല്ലേ നല്ലത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. ഗ്രീൻ ടീ ആണ്, സിമ്പിൾ ആണ്, ഒന്നുമില്ല എന്ന് വിചാരിച്ച് കളയരുത്. ചില സമയങ്ങളിൽ നമ്മൾ സിമ്പിൾ ആണ്, വർത്തില്ല എന്നൊക്കെ വിചാരിച്ച് കളയുന്ന സംഭവങ്ങളായിരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത്രയും നാളിട്ട പാക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാക്ക്, നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പാക്ക് ഏതാണെന്നൊക്കെ കമന്റ് ചെയ്യണം. എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഏത് പാക്കാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന്. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ നല്ല പാക്കാണെന്ന് എനിക്ക് തോന്നിയുള്ളത് മുൾട്ടാണി മിട്ടിയുടെ പാക്കാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാക്ക്. മൈ പേഴ്സണൽ ഫേവറേറ്റ് മുൾട്ടാണി മിട്ടിയുടെ പാക്കാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കുകൾ ഏതൊക്കെയാണെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ മറക്കാതെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ഇപ്പോൾ അല്ലെങ്കിലും നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ബേബി ഞാൻ വീഡിയോ ഇട്ട് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും. എങ്കിലും മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കും മനസ്സിലാകൂ. ഞാൻ ഇടുന്ന പാക്കുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമായെന്ന് എനിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ പാക്കുകളും നല്ല രീതിയിൽ ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ പാക്ക്, 15th ഡേ പാക്ക്, അത് ആക്ച്വലി ഒരു പാക്ക് അല്ല, ഒരു സ്ക്രബാണ്. ലാസ്റ്റ് ഡേയിലുള്ള നമ്മുടെ ഒരു നല്ല അടിപൊളി സ്ക്രബാണ് നാളെ ഉള്ളത്. അപ്പോൾ നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ പാക്കുമായിട്ട് വീണ്ടും കാണാം.